வணக்கம் நண்பர்களே. என்னடா கார் கவுந்துடக்குன்னு பார்க்கிங்களா? பக்கத்தில் ஒரு சர்ச்சில் வந்துட்டு ப்ரோக்ராம் நடந்துகிட்டு இருக்கும்போது டம்முன்னு சத்தம் கேட்டு ஓடி போய் பார்த்தா வேகமாக வந்து ஒருத்தன் காரை வந்து தோட்டக்குள்ளே கவுத்திக்கிட்டான். தோட்டங்கிறது தண்ணிக்குள்ளே கவுத்துட்டான். அதில் வந்து வயசான அம்மா, அப்பா, அவங்களோட மகனோட வீட்டுக்காரி, ஒரு குழந்தை இருந்தாங்க. போய் டோரெல்லாம் திறந்தவங்களை காப்பாற்றி முடிச்சாச்சு. ஆம்புலன்ஸ் வந்து அவங்க அம்மாவை மட்டும் கூப்பிட்டு போயிடுச்சு. அம்மாவுக்கு வந்து கால் லைட்டாக ஒரு அடிபட்டு இருந்ததுனால கூப்பிட்டு போயிட்டாங்க. வேறு யாருக்குமே ஒரு பிரச்சனையும் கிடையாது. ஓகே, நடந்த வீடியோவை நீங்களே பாருங்கள். காப்பாற்றினதால அந்த உளுந்த வீடியோலாம் எடுக்க முடியாமல் போயிட்டு தொடர்ச்சியாக பாருங்கள். ஓகே, அப்படியே ஒரு லைக் போட்டுருங்க. ஃபுல்லாக பாருங்கள், எல்லாமே சேர்த்து எடுத்தாச்சு. ശുദ്ധിമാന്മാരുടെ ശുദ്ധതയോടെയും കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെ വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ഞങ്ങളുടെ പിതാക്കന്മാരെ ഊർഷ്ണേമന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസ്യോസും അഥാനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ഫീലക്സിനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാഹന ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുവിയാനക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഹോദരന്റെയും വിവേകമുള്ള കാര്യം തോന്നും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടറിയാൻ സംശയം കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചൊരുവാനും നിങ്ങളുടെ പാത്രികീസ്മാർ സേവറിയോസ് സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ഭാവമാറിയ ഗോവർദ്ധാനായും മാറപ്രേമം മാറിയാകോ മനസ്സായി ദുഃഖന്മാർദ്ദനായ മാർഷവുമായ മാർഷമോദസിനെയും തിരഞ്ഞെടുക്കപ്പെട്ട മറബാഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മോർ ദീവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ ഇവരുടെ മുമ്പും ഇവരോടുകൂടി ഇവരുടെ മുമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുമാനിടയാക്കിയ പരിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുവാനിടയാകരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പക്ഷെ സൈഡ് കൊണ്ടുപോവാണ് സൈഡ് കൊണ്ടുപോയില്ല കേട്ടോ. ഉടനായിരിക്കുന്ന പിതാവാം ദൈവമേ, സതീശ്വാസം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ മഹത്യമായ
പാപപരിഹാരം നൽകുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവിനും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, തിരുമുമ്പാകെയുള്ളതായ മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയതായ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കും പ്രതികാരത്തിനായി തീരരുതേ. എന്താലോ എന്റെ നാഥാ, ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കൂലൻറാകേ മേലാ നിന്റെ ഏകപുത്രന്റെ ശരീരമാകുന്ന ഈ ദിവ്യദാനത്തിൽ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവന്റെ കൂടെ നിനക്ക് പരിശുദ്ധാത്മാവും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വബുകൂല സുബാനി വിശ്വാസികൾ കൈക്കൊണ്ട ശേഷം നിന്റെ ആദരവും നിത്യനാശത്തിനാൽ ഞങ്ങളെ ഇടയാക്കരുതേ. ഞങ്ങൾ നിന്റെ ഏകജാതൻ പരിശുദ്ധമാവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാനി ശേഷം നൽകും ഞങ്ങൾ നിന്താതെയും വിമലാത്മനും സ്തുതി പാടിടും. എൻ കർത്താവേ, തിരുഗാത്രം ഭക്ഷിച്ചോരാ ഈ പാപികൾ തൻ ദുഷ്കൃതമകിനം മോചിക്കണമേ. സഭയുടെ ഭീതിയെ ബലവത്താക്കുക ശിലമേൽ നായകരായോ ഹൃദയന്മാരെ കാക്കുക സത്യ ആചാര്യന്മാർ സന്മാസന്മാർ യൗപതിയത്തിന് എന്നിവരെ ശോഭിക്കും.
സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ദൈവത്തിലുണ്ട്. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി വിശുദ്ധി മാത്രമുള്ള അനുഗ്രഹങ്ങൾക്ക് കർമ്മിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ പ്രവേശിക്കുന്നതായ ഈ സമയം സമാധാനത്താലും പോകുന്നു. ദൂരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയി. കർത്താവായ യേശുമിശിഹായുടെ ജയമുള്ള ശ്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂസ്മായാൽ മുദ്രവെക്കപ്പെട്ടവരും ഈ തൃത്വം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും വിശ്വാസികളാണ് വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ന്യായവും ബലഹീനവും പാപിയുമായ ദാസനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകൾ കൊണ്ട് സഹായം പ്രാപിക്കുവാൻ തയ്യാറാണ്. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുന്നു. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ നമ്മുടെ ആരാധനയുടെ പൂർത്തീകരണം കൈകുട്ടിയാണല്ലോ എന്ന് തിരിയാറുണ്ട്. എന്നാൽ കുറേ ദിവസങ്ങളായിട്ട് വിശുദ്ധ കുർബാന കഴിയുന്ന ഉടനെ പരസ്യമായിട്ട് കുർബാന കൈവന്നിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണുന്നു. നമ്മുടെ അങ്ങനെയുള്ള പാരമ്പര്യങ്ങളൊന്നുമില്ല. ദയവ് ചെയ്ത് അങ്ങനെ ആരും ചെയ്യരുതെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്നേ ദിവസം സഹതായുടെ മന്ത്രിശ്രീ അഭയം പ്രാപിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കുറേ അധികം ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഇവിടെ വന്ന് പങ്കുവെക്കുകയുണ്ടായി. അത് നിങ്ങൾക്കും ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സ്വർഗത്തിലെ ദൈവം സഹതായുടെ മധ്യസ്ഥത കേട്ട് നിങ്ങളുടെ കണ്ണുനീർ കണ്ട് നിങ്ങൾക്കും അനുഗ്രഹങ്ങൾ നൽകുവാൻ ഇടയാകട്ടെ. പ്രത്യേകിച്ച് ഇന്നേ ദിവസം വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നത് അന്ധനായ സജോ അച്ഛൻ അച്ഛൻ കൊന്തപ്പാറ സെന്റ് പീറ്റേഴ്സ് ഇടവക അംഗമാണ്. ഇടുക്കി ഭദ്രാസനത്തിലാണ് അച്ഛൻ്റെ വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്നത്. അച്ഛൻ പലതവണ പല പ്രാവശ്യങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. ഈ ദേവാലയവുമായിട്ട് ഏറെ അടുത്ത് ബന്ധമുള്ള ഒരു വൈദികനാണ്. അച്ഛനെ നേരത്തെ തന്നെ ക്ഷണിച്ചു. ഇന്ന് മുഖ്യ കാർമ്മികത വഹിച്ചു ബഹുമാനപ്പെട്ട സജോച്ചോടുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു. വടക്കേ പ്രോണോശ വിശുദ്ധബലി അർപ്പിച്ചത് വന്ദനായ ജിബോസി ജോയിച്ചനാണ്. അച്ഛൻ കൊടുവൻ സെന്റ് ബെഹനാൻസ് ഇടവക അംഗം. ഇപ്പോൾ മങ്ങാരം സെന്റ് മേരീസ് ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. വളരെ ശാന്തമായി സൗമ്യമായി നമ്മോടൊക്കെ സ്നേഹത്തോടെ മധ്യസ്ഥത യാചിക്കണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഈ ഇടവകയുടെ കരോൾ സർവീസ് ഇന്ന് ആരംഭിക്കുകയാണ്. വൈകിട്ട് 5:45 സന്ധ്യ നമസ്കാരവും തുടർന്ന് കീഴ്ച്ചടിയിലെ ധൂപപ്രാർത്ഥനയും നടത്തപ്പെടും. അതിനുശേഷം 6:00 ക്രിസ്മസ് കരോൾ ആരംഭിക്കുന്നതാണ്. എല്ലാ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും 6:30 മുമ്പായി ദേവാലയത്തിൽ എത്തിച്ചേരണം. വാഹനത്തിലാണ് ഇന്നത്തെ കരോൾ സർവീസ് പോകുന്നത്. ഇന്ന് പോകുന്ന ഭാഗങ്ങൾ ഈസ്റ്റ് മുക്ക്, കൊന്തപ്പാറ, പൈനാമൺ, അട്ടച്ചാക്ക്, കോന്നി, വട്ടക്കാവ്, ഈട്ടുമുട്ടിൽപ്പടി, കേവള്ളൂർ ഈ ഭാഗത്ത് ഭവന സന്ദർശനം നടത്തുന്നതായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഒരു ATM കാർഡ് നഷ്ടപ്പെട്ടത് ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. അടയാള സഹിതം
ഓഫീസിലെത്തിയാൽ ആ ATM കാർഡ് തിരികെ നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കുന്നു. പള്ളിയുടെ പ്രധാന വാതിലിന് മുമ്പിൽ കസേര ഇട്ടിരിക്കുന്നത് ദയവ് ചെയ്ത് ഒഴിവാക്കണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മെഴുകുതിരി കത്തിക്കുന്നവർക്കും പള്ളിയുടെ പടിഞ്ഞാറ് തിരി കത്തിച്ച് പിടിക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പലതവണ ഓർമ്മിപ്പിച്ചതാണ്, ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള അറിയിക്കുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചതാണല്ലോ. അവിടെ ബോർഡുകൾ നോ പാർക്കിംഗ് വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവിടെ വാഹനങ്ങൾ അതിന് മുമ്പിൽ പാർക്ക് ചെയ്യുന്നു. ദയവ് ചെയ്ത് അതുണ്ടാകരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദേവാലയത്തിലെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾ ഡിസംബർ മാസം 25-ാം തീയതി വെളുപ്പിനെ 3 മണിക്കാണ് ആരംഭിക്കുന്നത്. 24-ാം തീയതി വൈകിട്ട് സന്ധ്യ നമസ്കാരം ഉണ്ടായിരിക്കും. 25-ാം തീയതി വെളുപ്പിനെ ശുശ്രൂഷയിലും താല്പര്യമുള്ള എല്ലാവരും വന്ന് സംബന്ധിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സംഭാവനകൾ ഐരൺ അന്ന തോമസ് തെങ്ങുമറ്റത്തിൽ കിഴക്കുപുറം 2000, ഷൈജു ജോസഫ് ബെതേൽ ഭവൻ കിഴക്കുപുറം നിലം വാങ്ങുവാൻ 1000, സജി പീടികയിൽ റാന്നി നേർച്ച 1000, സോനാലി ഈസ്റ്റ് ബുക്ക് നേർച്ച 1350, ജിബു ജേക്കബ് കിളീക്കൽ മാറാവിൽ കുമ്പഴ 1500, അലക്സാണ്ടർ ജോസഫ് കോയിക്കലേത്ത് വെട്ടൂർ 5000, ജിജോ വർഗീസ് പത്തമ്പറമ്പിൽ കോന്നി നേർച്ച 5000, ജിജോ ജെയ്സൺ തൊണ്ടിയത്ത് കിഴക്കുപുറം 5000, വിനോജി വർഗീസ് കോന്നി സംഭാവന 500, ഫേബ മാത്യു കല്ലുടയിൽ കൈപ്പട്ടൂർ 500, ഒരു വിശ്വാസി വകയാർ അന്നദാനം 2001, സജി ജോർജ് പുത്തൻപീടിയ സംഭാവന 500, ഷിജിൻ ഷാജി കുമ്പഴ അന്നദാനം 2000, റോജിൻ രാജു പുത്തൻപീടിക അന്നദാനം 2000, റോൺസി ടി രാജു ഒട്ടച്ചാക്കൽ ആദ്യ ശമ്പളത്തിൽ നിന്ന് 1000, ഷേർലി വെട്ടൂർ സംഭാവന 500, ബിജു ജോർജ് മുറിഞ്ഞകൾ അന്നദാനം 1000. ഇപ്രകാരം സംഭാവനകൾ നൽകിയിരിക്കുന്ന, അന്നദാനത്തിന് നേർച്ച നൽകിയിരിക്കുന്ന എല്ലാവരെയും ദൈവസഭയെ സമർപ്പിക്കുന്നു. സഹദാട മധ്യസ്ഥത എല്ലാവർക്കും കാവലും കോട്ടയുമായി കിട്ടുന്നു പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള വെള്ളിയാഴ്ചകളിൽ മറ്റു ദിവസങ്ങളിൽ നേർച്ചയായി കുർബാന സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ വിവരം മുൻകൂട്ടി ഓഫീസിൽ അറിയിക്കണം. വെള്ളിയാഴ്ചയും മറ്റിട ദിവസങ്ങളിലും നിങ്ങൾക്ക് നേർച്ച കുർബാന സമർപ്പിക്കാവുന്നതാണ്. താല്പര്യത്തോടെ അപ്രകാരം സമർപ്പിക്കുവാനായിട്ടുള്ളവർ നേരത്തെ തന്നെ ഓഫീസിൽ അറിയിക്കണമെന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ കൈമുത്താണ്. കൈമുത്തിന് തിരക്ക് കൂട്ടാതെ വന്ന് കൈമുത്തണം. അതിനുശേഷം എല്ലാവർക്കും നേർച്ച കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട്. അത് ശാന്തമായി സ്വീകരിക്കുക. നമുക്കറിയാമല്ലോ, 7 ആഴ്ച 9 ആഴ്ച ആരാധനയിൽ വെള്ളിയാഴ്ച സംബന്ധിക്കുകയോ കുരിശടിയിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാം സാന്നിധ്യം ഇവിടെ ഉണ്ടാകണം. മറ്റുള്ളവരോടും ഈ ദേവാലയത്തെക്കുറിച്ച് നിങ്ങളാണല്ലോ പറയുന്നത്. ഈ ദേവാലയത്തിന് പ്രത്യേകിച്ച് പബ്ലിസിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അനേകം പേർക്ക് ലഭിക്കുന്ന അനുഭവങ്ങളാണ് ഇവിടുത്തെ സാക്ഷ്യം. ആയതനുസരിച്ച് ദേവാലയത്തിലെ തുടർന്നുള്ള പ്രാർത്ഥനകളിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധി വർഗീസേ ഇടകളാം ഞങ്ങൾക്കായി എന്നും പ്രാർത്ഥിക്കണമേ. Should